അച്ഛൻ്റെ കുറേ ന്യൂസ് എല്ലാവരും ഇപ്പോൾ കേട്ട് കാണും. എനിക്കറിയാനുള്ളത് എനിക്കറിയാം എൻ്റെ അച്ഛന്, പിന്നെ അച്ഛനെ അറിയാവുന്നവർക്കും അറിയാം അച്ഛന്. അത്രേ ഉള്ളൂ. എനിക്കിപ്പം ആ ഒരു ഇന്റർവ്യൂ വീണ്ടും ഇനി കുത്തിപ്പൊക്കി ഒരു സംഭവമാക്കണമെന്ന് എനിക്കില്ല. രേണുചേച്ചിക്ക് പറയാറുണ്ട്, എന്റെ ഭർത്താവിന്റെ 2ാം വാർഷികമാണ്, നീ ഇത് ഇവിടെ ചെയ്യരുത് എന്ന് രേണുചേച്ചിക്ക് പറയാറുണ്ട്. പക്ഷെ പുള്ളിക്കാരത്തിയും പറഞ്ഞു. ഇനിയിപ്പൊ കുറച്ചുപേര് കമന്റ് ചെയ്യും, ഇടവല്ല പണിക്കും കൂട്ടാ, നീ എന്താടാ ഇങ്ങനെയൊക്കെ ഒന്ന് വീഡിയോ ചെയ്യുന്ന, നീ എന്തിനാടാ ആ പെൺകുട്ടിയുടെ ജീവിതം തകർക്കുന്ന, നീ എന്തിനാടാ എപ്പോഴും അവർക്കെതിരെ വീഡിയോ ചെയ്യുന്ന എന്നൊക്കെ പറഞ്ഞ് ചിലവർ വന്ന് ഇനിയിപ്പോ കമന്റ് ചെയ്യും. ഞാനൊരു കാര്യം പറയാം, ഞാൻ ആരുടെയും ജീവിതം തകർക്കാൻ വേണ്ടി വന്നിരിക്കുന്നില്ല. കണ്ണീ കാണുന്നതൊക്കെ വിളിച്ചു പറയും. കണ്ടത് കണ്ടില്ലെന്ന് നടിക്കാനും പറ്റത്തില്ല. നമ്മുടെ കോണ്ടന്റ് രീതിയും അത് തന്നെയാണ്. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഉടായ്പകൾ കടിച്ച് കൂച്ചി കഴിഞ്ഞാൽ അതിനെയൊക്കെ പിടിച്ചിട്ട് നമ്മൾ കാച്ചി കൂച്ചി കുടിക്കും. ഇതാണ് നമ്മുടെ പരിപാടി. എന്തായാലും നമുക്ക് പരിപാടി ആരംഭിക്കാം. ലേറ്റസ്റ്റ് ആയിട്ട് രേണു സുധിയുടെ ഒരു സഹോദരിയായിട്ടൊക്കെ വരുന്നല്ലേ, സഹോദരിയല്ല, ഭർത്താവിന്റെ സെക്കൻഡ് വൈഫ് വീണ സുധിയൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ വീണ സുധിക്ക് മുന്നേ വേറെ ഒരു ഭാര്യ ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം. എന്നാൽ വേറൊരു വിഷയത്തിന്റെ ഇടയിൽ കൂടി വന്നു. രേണു സുധിക്ക് ആദ്യ ഭർത്താവ് ബിനു പാസ്റ്റർ ബിനു, അത് ഞാലിക്കുഴി ഏതോ സ്ഥലത്തുള്ള ഒരു ബിനു പാസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഷയം കുത്തിപ്പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ രേണു തന്നെ അടിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ചൂടപ്പം പോലെ കാണാം. ഈ കമന്റ്സിലൂടെ ഈ ഏതാണ്ട് വലിയ സംഭവം ആ കമന്റ് കുറെ എണ്ണം എടുത്തിട്ട് കുറെ വ്ളോഗേഴ്സ് ഉണ്ടല്ലോ, എനിക്കിട്ട് പണിയാൻ നിൽക്കുന്നവർ മാത്രം കുറെ എനിക്ക് നിങ്ങൾ എന്നെ ഓർത്ത ഞാൻ നിങ്ങളുടെ വ്ളോഗ് കാണും, നിങ്ങൾക്ക് വ്യൂസ് വരുമെന്ന്. രേണുസുധി ഇതൊന്നും കാണത്തില്ല, പക്ഷെ എനിക്ക് ഹെഡിങ് വായിക്കുമ്പോഴേ അറിയാലോ ഇതിനകത്ത് എന്നെ ദൈവമാരി പറഞ്ഞു വെക്കുന്നു. കുറച്ച് കമന്റ് എടുത്തിട്ട് അതിന്റെ എന്താ സത്യം എന്താ ഇത് എന്നറിയാതെ എന്നെ ഇട്ട് തേജോവധം ചെയ്യുന്ന കുറെ എണ്ണം, അവരോടാണ് ഞാൻ പറയുന്നത്. എന്റെ ഒരു തമ്പനയിൽ എങ്ങാണ്ട് എടുത്തോണ്ട് ഒരിക്കൽ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഒക്കെ രേണു ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞായിരുന്നു. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. പിന്നെ നിങ്ങൾ വന്നിട്ട് നമ്മളെ വീഡിയോസ് ഒന്നും കാണില്ല എന്നുള്ളൊരു കേസ് പറയുന്നുണ്ട്. നിങ്ങളടുത്ത് കാണാൻ ആരെങ്കിലും പറഞ്ഞ? നിങ്ങൾ കാണണമെന്നും പറഞ്ഞില്ല, പക്ഷെ നിങ്ങളെ പറയുമ്പോൾ കാണാൻ ഒരുപാട് ആൾക്കാരുണ്ട്. എന്താണ് സംഭവം, എന്താണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷയിൽ വന്ന് കാണുന്ന ആൾക്കാർ കുറെ പേരുണ്ട്. അതെന്തുകൊണ്ടെന്നറിയാവോ? ഈ കൊല്ലം സുധി മരിച്ച സമയത്ത് അങ്ങേരുടെ അടുത്ത് ഒരു സഹതാപവും സ്നേഹവും തോന്നി. ആ സ്നേഹവും സഹതാപവും കുറച്ച് ഷെയർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളും ഉടായ്പകളും എല്ലാം കൂടി ഇങ്ങനെ ഓരോന്നിട്ട് എക്സ്പോസ് ആകുന്ന സമയത്ത് ആൾക്കാർ കാത്തിരുന്ന് അത് കാണുന്നു. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഇത്രയും വ്യൂസും ഇത്രയും വ്യൂഷിപ്പ് വരുന്നത്. അതൊന്ന് ചിന്തിച്ചാൽ നല്ലതായിരിക്കും. നിങ്ങളെ വിചാരം നിങ്ങൾ എന്തോ വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ കയറി അതുകൊണ്ട് ആൾക്കാരെല്ലാം ഫാൻസ് ആയിട്ട് നിന്നും കൊണ്ട് എന്റെ വീഡിയോസ് വ്യൂസ് കാണുന്നു. ഒരിക്കലുമില്ല. നെഗറ്റീവ് റീച്ചാ നിങ്ങൾക്ക് കിടക്കുന്ന. അത് എക്സ്പോസ് ചെയ്യുമ്പോഴാണ് നമുക്ക് വ്യൂഷിപ്പ് വരുന്നത്. അത്രേ ഉള്ളൂ. ചേച്ചിക്കെതിരെ ആരോപണം വരുന്ന കാര്യം പുള്ളിക്കാരൻ അറിഞ്ഞിട്ടുണ്ട്. അയാള് ഇവർ ഈ പറയുന്ന വ്യക്തി പാസ്റ്റർ ഒന്നും അല്ല, എനിക്കറിയത്തില്ല പാസ്റ്ററിനെ ഒന്നും അറിയത്തില്ല. ഈ പറയുന്ന വ്യക്തി കല്യാണം കഴിഞ്ഞ 2 മക്കളുമായിട്ട് കുടുംബജീവിതമായിട്ട് താമസിക്കുന്ന ഞാൻ അറിഞ്ഞത്. പിന്നെ എനിക്കിതുവരെ പറയേണ്ടതായിട്ട് വന്നിട്ടില്ല ഇത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് രേണു ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ വ്യക്തി ഉണ്ട്. പാസ്റ്റർ അല്ലെന്നാണ് പറയുന്നത്. ചിലവർ കമന്റിൽ പറയുന്നു പാസ്റ്റർ, പക്ഷെ ബിനു എന്ന് പറയുന്ന ഞാലിക്കുഴിയിലുള്ള വ്യക്തി നിലവിൽ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾ കല്യാണം കഴിക്കുകയോ എന്താന്ന് വെച്ചാൽ അതൊക്കെ കഴിച്ചതോ അതൊന്നും നമ്മുടെ വിഷയമല്ല. പക്ഷെ കമന്റ് ബോക്സ് വന്നപ്പോൾ അത് ചോദ്യചിഹ്നമായിട്ട് ഒന്നെടുത്ത് ചോദിച്ചായിരുന്നു. അതിന് നിങ്ങളെ ഓഞ്ഞ ഉത്തരമാണ് ഈ ഉത്തരം എന്നുള്ള കാര്യം മനസ്സിലായി. അതുമല്ല നമ്മുടെ ഇവിടുത്തെ അടുത്ത വിഷയത്തിലോട്ട് പോകുന്ന സമയത്തുള്ള ഒരു വിഷയം ഞാൻ പറഞ്ഞുതരാം. കൊല്ലം സുധിയുടെ ഒരു പ്രാർത്ഥനാ ദിവസം നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരന്മാരും കൂടി ചേർന്ന് കാണിച്ചു കൂട്ടി കോപ്രായങ്ങൾ. ആദ്യ നമ്പർ 1 ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പ്രാർത്ഥന അന്ന് സങ്കടത്തിൽ പെരുമഴയിൽ പോലെ നിൽക്കുന്ന പോലെ ഒരുമാതിരി കൂനിക്കൂടി കൊക്ക് നനഞ്ഞിരിക്കുന്ന പോലെ വളരെ സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് തലയും കുത്തി. ആ ഒരു സെറ്റപ്പിലായിരുന്നു നിങ്ങളെ വീഡിയോസും കാര്യങ്ങളും എല്ലാം കണ്ടത്. ഇത് കാണാനുണ്ടായ ഇട എങ്ങനെയാണ്? നിങ്ങൾ തന്നെ ഓൺലൈൻ മീഡിയാസിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവര് തന്നെ അതുകൊണ്ട് വന്ന് അവിടെ എല്ലാം കവർ ചെയ്ത്. നിങ്ങൾക്ക് തന്നെ അറിയാം അവർ വരുമെന്നും ഇത് കവർ ചെയ്യുമെന്നും ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുമെന്നും വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാമായിരുന്നു. ആ സ്ഥിതിക്ക് എന്ത് ചെയ്ത് നല്ലപോലെ നിങ്ങൾ കരഞ്ഞു നിൽക്കുകയൊക്കെ ഉണ്ടായിരുന്നു. അഭിനയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം നടന്ന സംഭവം കണ്ടപ്പോൾ എനിക്ക് തന്നെ അഭിനയമാണെന്ന് തോന്നിപ്പോയി. കാരണം പ്രാർത്ഥനാ ദിവസം രാവിലെ പ്രാർത്ഥനാ സമയത്ത് ഭയങ്കര സങ്കടത്തിൽ നിൽക്കുകയാണ് രേണു സുധി. ഭയങ്കര സങ്കടത്തിൽ നിൽക്കുകയാണ്. അയ്യോ അന്ന് മരണ ദിവസം നിന്നതുപോലെ നിൽക്കുകയായിരുന്നു. എന്നാൽ അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റേ മരവാഴ ഉണ്ടല്ലോ, അലിൻ ജോസ് പെരേജ് AJP യവന വിളിച്ച് അവിടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഛട്ടാ മുംബൈ എന്റെ അമ്മച്ചീരെ ഡാൻസ് കളിയായിരുന്നു അവിടെ. അതിന് കൺഗ്രാജുലേഷൻ ഒക്കെ കൊടുത്ത് വിട്ട് രേണു സുധി ആ ട്രാക്കിലോട്ടാണ് അത് പോയത്. എന്നാൽ ഇപ്പൊ AJP അലിൻ ജോസ് പെരേര വന്നിട്ട് രംഗത്ത് വന്ന് പറയുന്നുണ്ട്
അവർക്ക് വേണ്ടെങ്കിൽ പറയാമായിരുന്നല്ലോ ഞാൻ ഡാൻസ് കളിക്കാൻ പാടില്ലെന്ന്. ന്യായമായ കാര്യമാണ് അവൻ പറയുന്നത്. അവന് വിവരവും ബോധം വെളിവും ഇല്ലാത്തതുകൊണ്ട് അവൻ എവിടെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അവന് മറ്റേ അടിയന്തരത്തിന് പോയിട്ട് ഡാൻസ് കളിക്കുന്ന ആ മൈൻഡ് സെറ്റ് ഉള്ള ഒരു വേട്ടവാള തന്നെയാണ് അവൻ. പക്ഷേ അവൻ അത് ചെയ്തത് തെറ്റാണെന്നും അവിടെ അത് ചെയ്യാൻ പാടില്ലെന്നും ആർക്ക് പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നു? രേണുവിന്. എന്നാൽ രേണു ഷേക്കൻഡ് കൊടുത്തിട്ട് പറയണം ഇവിടെ വന്ന് ഡാൻസ് കളിച്ചതിന് നന്ദിയുണ്ടെന്ന്. ആ ഉള്ള ഒരു സെറ്റപ്പിലാണ് ഇവള് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യാം? AJP ബുദ്ധിയില്ലാത്തവനാണെങ്കിലും അവൻ വന്ന് പറഞ്ഞ കാര്യം കറക്റ്റാണ്. എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ രേണുവിന് അത് തടുക്കാമായിരുന്നു. വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. യവനെ പോലത്തെ ഒരു മരവാഴിഞ്ഞ ജീവിതത്തിൽ വേറെ കണ്ടിട്ടുണ്ട്. എങ്കിലും ഇവനും അതിൽ പെടുന്ന ഒരു ലിസ്റ്റിലുള്ളവനാണ്. പക്ഷെ അവൻ പറഞ്ഞതിൽ കാര്യമുണ്ട് കേട്ടോ. രേണു ചേച്ചി പറയണ്ടായിരുന്നു, വീഡിയോ കണ്ടില്ലായിരുന്നു. അപ്പൊ രേണു ചേച്ചിക്കെങ്കിലും പറയാറുണ്ട് എന്റെ ഭർത്താവിന്റെ 2ാം ചരമവാർഷികമാണ്, നീ ഇത് ഇവിടെ ചെയ്യരുത് എന്ന് രേണു ചേച്ചിക്ക് പറയാറുണ്ട്. പക്ഷെ പുള്ളിക്കാരത്തിയും പറഞ്ഞില്ല. അപ്പൊ ഇവിടെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതെ, ആരും പറഞ്ഞില്ല. അവൻ വെളിവുമില്ലാതെ അവൻ നിന്ന് ഡാൻസ് കളിച്ച്. ആരും പറഞ്ഞില്ല അവന്റെ അടുത്ത് കളിക്കില്ലെന്ന്. എല്ലാരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് ചിരിച്ച് കളിച്ച് നിന്ന്. അത്രേ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോ ആൾക്കാർ ചിന്തിക്കും ഇതെന്തിനാടാ രാവിലെ ഇത്രയും കരച്ചിൽ കരഞ്ഞിട്ട് ഇപ്പുറത്ത് വന്നിരുന്ന അടുത്ത് ഭയങ്കര ഡാൻസ് കളിയും ചിരിയെന്ന്. ഓക്കെ, ജീവിതകാലം മൊത്തം കരഞ്ഞുകൊണ്ടിരിക്കണം എന്നല്ല. പക്ഷെ ആ ഒരു ദിവസം അതിനൊരു മഹത്വമുണ്ട്. ആ ദിവസത്തിന്റെ മഹത്വത്തിന് ചോദ്യം ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അത് ഭംഗപ്പെടുത്തുന്ന രീതിയിൽ രേണു കാണിച്ചു കൂട്ടിയത്. അതാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത്. അതിനിപ്പോ AJP എന്നെ ഒരു അഭിപ്രായം കൊണ്ട് വെച്ചെന്നല്ല മതിയല്ല. ബാക്കി നമ്മൾ ചെയ്തത് തെറ്റാണ്, തെറ്റിപ്പോയി. ആൾക്കാർ ശരിയാ ഇപ്പൊ പറഞ്ഞു തരാനായിട്ട് രണ്ട് ചേച്ചിയോ മറ്റുള്ള ആൾക്കാരൊന്നും ഉണ്ടായിരുന്നെങ്കിൽ എടാ നീ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞെങ്കിൽ അവൻ ചെയ്യില്ലായിരുന്നു. പക്ഷെ കൂടെ ഉള്ള പോയവന്മാരും പറഞ്ഞില്ല. ഞാനുണ്ടായിരുന്നെങ്കിൽ ഇവരെ തലക്കിട്ട് 2 അടി ഞാൻ കൊടുത്തിട്ട് ഇവരെ കൊണ്ടുവന്നാണ്. കാര്യം എന്താ വെച്ചാൽ ഞാനൊരു കലാകാരനാണ്, സിനിമയിലേക്ക് കയറാൻ നിൽക്കുന്ന ഒരാളാണ്. സുധിയേട്ടൻ എന്ന് പറഞ്ഞ ഒരു വലിയൊരു കലാകാരനാണ്. ആ പുള്ളിയുടെ വീട്ടിൽ പോയിട്ടാണ് ഇവർ ഇങ്ങനത്തെ തെണ്ടിത്തരം കാണിച്ചത്. പക്ഷെ അത് കാണിച്ചപ്പോ പുള്ളിയുടെ വൈഫ് പുറയിലുണ്ടായിരുന്നു. പുള്ളിക്കാർക്ക് കൈ അടിക്കുന്നുണ്ടായിരുന്നു. അതെ, പുള്ളിക്കാരന്റെ വൈഫ് തന്നെയാണ് രേണു സുധി. ലവര് വന്നിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് വിടുകയാണ് അവിടെ കാണുകയുണ്ടായത്. അപ്പൊ തന്നെ നമുക്ക് കാര്യം പിടികിട്ടാം. എന്താണ് അവർക്കൊരു ദുഃഖമല്ല, പിന്നെ നമുക്ക് എന്തിനു ദുഃഖം എന്നുള്ള രീതിയിലും ചിന്തിക്കാം. ഒരു സ്ഥലത്ത് പോയിട്ട് എങ്ങനെ പെരുമാറണം, ഏത് രീതിയിൽ പെരുമാറണം എന്നുള്ള സാമാന്യ ബോധം നമുക്ക് ആദ്യം ഉണ്ടാവണം. നമുക്കുണ്ടായാലേ അതിൽ അർത്ഥമുള്ളൂ. ഈ AJPക്ക് ആ സാമാന്യ ബോധം ഇല്ല എന്നുള്ളൊരു കാര്യം വ്യക്തമാണ്. അവന് ബോധം പോയിട്ട് വെളിവില്ല വെള്ളിയാഴ്ച ഇല്ലാത്ത അവസ്ഥയിലാണ് അവൻ നിൽക്കുന്നത്. അവനെ ഞാൻ ന്യായീകരിക്കുന്നില്ല. അവൻ വെടലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂലോക വെടലയാണ്. അല്ലെങ്കിൽ തന്നെ രേണുവിനത് തടുത്തൂടെ. പിന്നെ വേറൊരു കേസ്, ഇവിടെ AJP അന്നേ ദിവസം അല്ല കളിച്ചു, ഇത് വേറെ ദിവസത്തെ കേസാണെന്നൊക്കെ പറയുന്നുണ്ട് ചിലവന്മാർ. ഇവിടെ എല്ലാവരുടെ ഡ്രസ്സും നോക്കാം. അവിടെ രേണു മാത്രമേ ഡ്രസ്സ് മാറിയിട്ടുള്ളൂ. അവള് രാവിലെ ഇട്ടിരുന്ന വെള്ളം മാറിയിട്ട് ഇതെടുത്തിട്ട് ഒരു ഫ്രോക്ക് പോലത്തെ എന്തോ സംഭവം, പിന്നെ ഷൂട്ടിന് വേണ്ടിയിട്ട് എന്തോ. അല്ലാണ്ട് അവിടെ ആരും ഡ്രസ്സും കാര്യങ്ങളും ഒന്നും മാറിയിട്ടില്ല. പിന്നെ ഒരു കേസ്, രേണു രാവിലെ ഇരുന്ന് കരയുന്നതും ഒക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് അയ്യോ എല്ലാവരും ദുഃഖിതയാണോ എന്നുള്ള രീതിയിലുള്ള ഒരു സാധനം വന്ന് മീഡിയ കവർ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഭയങ്കരമായിട്ട് വൈറലായി. അത്രേ സംഭവിച്ചുള്ളൂ. എനിക്ക് അല്ലാണ്ട് ഒന്നും തോന്നിയില്ല. അല്ലെങ്കിൽ തന്നെ സാമാന്യ ബോധമുള്ള ഏതെങ്കിലും വ്യക്തി സ്വന്തം ഭർത്താവിന്റെ പ്രാർത്ഥനാ ചടങ്ങിന് മീഡിയക്കാരെ വിളിച്ചു വരുത്തുമോ? ഇവിടെ ഇൻവൈറ്റ് ചെയ്തത് ആരാ? രേണുവിനറിയാം അവർ വന്ന് ഇതിനെ റീച്ചാക്കി കുറച്ചുകൂടി വൈറലാക്കി ചർച്ചയാക്കി നെഗറ്റീവെങ്കിൽ നെഗറ്റീവ് ആക്കും എന്നുള്ളൊരു ബോധം രേണുവിനുണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. ഇതൊക്കെ എല്ലാ അഭിനയോടെ അത്രേ എനിക്കിതിൽ പറയാനുള്ളൂ. ഇനി രേണുവിന്റെ എക്സ്പ്ലനേഷൻ കേൾക്കാം. എന്റെ സൂചിച്ചേട്ടന്റെ ചടങ്ങിന്റെ വീഡിയോയ്ക്ക് അടിയിൽ കുറെ കമന്റ്സ് കണ്ട്. ഞാൻ അഭിനയിക്കുവാണ്, എന്റെ കണ്ണിൽ കൂടെ കണ്ണുനീര് വരുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ക്യാമറാമാനെ അവിടെ ഇവിടെ നിന്ന് ഷോട്ട് എടുക്കാൻ എടുത്തത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ അഭിനയിക്കും, ആൽബത്തിലും സിനിമയിലും അതുപോലെ ഓരോ റീൽസിലും ഒക്കെ അഭിനയിക്കും. എന്റെ ഹസ്ബൻഡിന്റെ കല്ലറയ്ക്ക് മുന്നിൽ എനിക്ക് അഭിനയിച്ച് നിൽക്കേണ്ട കാര്യമില്ല. ജീവിതത്തിൽ അഭിനയിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അത് നിഷേധിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് രേണു പോകും. അത് രേണു തന്നെ ഒന്നിരുന്ന് ചിന്തിച്ചു നോക്കുക. അപ്പൊ തന്നെ അതിനുള്ള ഉത്തരം കിട്ടും, ഞാൻ പറയാതെ തന്നെ. പിന്നെ വേറൊരു കേസ്, നിങ്ങൾ അഭിനയിക്കുകയോ എന്താന്ന് വെച്ചാൽ ചെയ്തോ, പക്ഷെ അതല്ല, നിങ്ങളാണ് അവിടെ മീഡിയക്കാരെ വിളിച്ചു വരുത്തിയതും അവരതുകൊണ്ടാണ് ഫൂട്ടേജുകൾ എടുത്തത്. അവരെ തെറ്റു പറയാൻ പാടില്ല. ഇവിടെ മീഡിയക്കാർക്ക് തെറ്റില്ല. നിങ്ങൾ വിളിച്ചു വരുത്തിയിട്ടാണ് അവർ വന്ന് അവിടെ ഫുട്ടേജ് എടുത്തിട്ടുള്ളത്, കേട്ടോ. അതുകൊണ്ട് ഇനി അവരെ നെഞ്ചത്ത് കൊണ്ട് വയ്ക്കാനുള്ള പരിപാടി കാണിക്കരുത്. ഞാൻ കരഞ്ഞാൽ നിങ്ങൾ പറയാതെ ഗ്ലിസർ ഇട്ട് കരഞ്ഞാന്ന്, കരഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പറയാൻ ഞാൻ അഭിനയിക്കുക ഒരിക്കലും കണ്ണുനീരില്ലെന്ന്. എനിക്കെന്തിനാണ് എന്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ നിങ്ങളെ ബോധിപ്പിക്കുന്നത്? എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്, എനിക്ക് അവരുടെ സ്നേഹം മാത്രം മതി, കേട്ടല്ലോ. നിങ്ങളുടെ ഈ നെഗറ്റീവ് കമന്റ്സോ നിങ്ങളുടെ ഈ നെഗറ്റീവ് റിയാക്ഷൻസ് വീഡിയോ ഒന്നും കണ്ട് തളരുന്നവളല്ല രേണു സുധി, മനസ്സിലായോ? എനിക്ക് സങ്കടമില്ല സൂചിച്ചേട്ടൻ മരിച്ചത്, എന്ത് സങ്കടമില്ലെന്ന്. ചടങ്ങ്, കല്ലറയിലെ ചടങ്ങും വീട്ടിലെ ചടങ്ങ് കഴിഞ്ഞാൽ ആ ചടങ്ങ് കഴിഞ്ഞു. അന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടമില്ല, സങ്കടം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ എപ്പോഴും കരഞ്ഞോണ്ടിരിക്കണം. എന്റെ സഹപ്രവർത്തകരും എന്റെ കുടുംബക്കാരുമായിട്ട് എനിക്കിത് ചിരിക്കാൻ പാടില്ലേ? എനിക്ക് ചിരിക്കാൻ വിലക്കുണ്ടോ ഈ ലോകത്തിൽ? എനിക്ക് മാത്രം നഷ്ടമില്ലെന്ന്. അല്ല, നിങ്ങൾ ചിരിച്ചോ ചിരിക്കില്ലെന്നൊന്നും പറഞ്ഞില്ലല്ലോ. പക്ഷെ ഇങ്ങനത്തെ ഒരു ചടങ്ങിനെ വിളിച്ചിട്ട് ഒരു വേട്ടവാളിനെ ഡാൻസ് കളിപ്പിക്കുന്നു, അതിന് കൈകൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്നു, എങ്ങനെ സാധിക്കുന്നു? അത് നിങ്ങളുടെ ഭർത്താവിന്റെ ആ ഒരു ചടങ്ങാണ്. എന്തെങ്കിലും ബോധമുണ്ട്? പിന്നെ വേറൊരു കേസ്, കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തി ഹിന്ദു ആയിരുന്നു.
ഈ ഹിന്ദുവായ വ്യക്തിയെ എങ്ങനെ കല്ലറയിൽ അടക്കി, അതും ഒരു ഫ്രോഡ് ബിഷപ്പ് വന്നിട്ട്. ഇതിന് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ട്. അതിന് എക്സ്പ്ലനേഷൻ ഇല്ല, അതിന് എക്സ്പ്ലനേഷൻ തരാൻ കഴിയില്ല. ഇനി തന്നാൽ തന്നെ ഒരു ഓഞ്ഞ എക്സ്പ്ലനേഷൻ ആവാം. ഞാൻ അതിന്റെ എക്സ്പ്ലനേഷൻ പ്രതീക്ഷിക്കുന്നു. അതിന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് പോരട്ടെ കേട്ടോ. ഇവിടെ കിടന്ന് ഈ ഒരു ന്യായീകരിച്ച് മെഴുകലിന്റെ ഇടയിൽ ആ കള്ള ബിഷപ്പിന്റെ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഒന്ന് എക്സ്പ്ലനേഷൻ തന്ന വളരെ നല്ല കാര്യമായിരിക്കും. സുധിയുടെ മകൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. അതായത് രണ്ടാം അമ്മ വന്നതും അതിനെയൊക്കെ പറ്റിയിട്ടെ, അതായത് ആ വീണ സുധിയൊക്കെ രംഗത്ത് വന്ന കേസൊക്കെ. ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്റർവ്യൂസ് കുറെ സുധിച്ചേട്ടനെ കുറിച്ച് ന്യൂസ് വരുന്നുണ്ട്. അതിനോട് കിച്ചു എന്താണ് പറയാനുള്ളത്? ഒന്നും കണ്ട് തളരരുത്, മുന്നോട്ട് തന്നെ പോകൂ. അച്ഛൻ്റെ കുറേ ന്യൂസ് എല്ലാവരും ഇപ്പോൾ കേട്ട് കാണും. എനിക്കറിയാനുള്ളത്, എനിക്കറിയാം എൻ്റെ അച്ഛന്, പിന്നെ അച്ഛനെ അറിയാവുന്നവർക്കും അറിയാം അച്ഛന്. അത്രേ ഉള്ളൂ. എനിക്കിപ്പം ആ ഒരു ഇൻ്റർവ്യൂ വീണ്ടും ഇനി കുത്തിപ്പൊക്കി ഒരു സംഭവമാക്കണമെന്ന് എനിക്കില്ല. അതുകൊണ്ട് ഞാൻ അതെന്താണെന്ന് വെച്ചാൽ അതുപോലെ പോട്ട്. പറയാനുള്ളവര് പറയട്ടെ, അത് തന്നെ. അറിയാലോ ആരാന്ന്. ആ, എല്ലാവർക്കും പുള്ളി അറിയാലോ. അറിയാവുന്നവർക്ക് പുള്ളി അറിയാം. പുള്ളി എങ്ങനായിരുന്നും എല്ലാവർക്കും അറിയാം. ആ, ഓക്കെ, ഇത്രയേ ഉള്ളൂ അവന്റെ എക്സ്പ്ലനേഷൻ. പുള്ളി അറിയാന്നുള്ളവർക്ക് അറിയാം അവന്റെ അച്ഛനാണ് അവന്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അവന്റെ സിമ്പിൾ എക്സ്പ്ലനേഷൻ മാത്രമേ ഉള്ളൂ. അവൻ കൂടുതലൊന്നും പറയുന്നില്ല. ഓക്കെ, അവനെ ഞാൻ ഇതിൽ ഡ്രാഗ് ചെയ്യുന്നില്ല. പക്ഷെ രേണു, AJP എല്ലാവരും ഒക്കെ ഒന്ന് ചിന്തിക്കേണ്ട കാര്യങ്ങൾ കുറച്ചുണ്ട്. കുറച്ച് ബോധത്തോടെയൊക്കെ പെരുമാറാൻ പഠിക്കണം. പിന്നെ ഈ ഹിന്ദുവായ വ്യക്തിയെ എങ്ങനെ അടക്കി, അതൊക്കെ കുറച്ച് ചോദ്യങ്ങളൊക്കെ വരും. അതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും രേണു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.